മാസപ്പടിയിൽ മുഖ്യമന്ത്രിയെയും പ്രതിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മടിയിൽ കനമില്ലെന്നും കൈകൾ ശുദ്ധമെന്നും പറഞ്ഞവർ അന്വേഷണം വന്നപ്പോൾ പേടിച്ചോടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സാധാരണക്കാരാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയിലെ വിഐപികളെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കെ.പി.സി.സി. അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സമരാഗ്നി പ്രക്ഷോഭ ജാഥ നയിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഈ സർക്കാരുകളുടെ ഭരണം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കും. സങ്കടവും ദുരിതവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സാധാരണക്കാരാണ് ഞങ്ങളുടെ വിഐപികൾ. അല്ലാതെ ആർഭാട ബ്രേക്ക്ഫാസ്റ്റ് നടത്തിയുള്ള പരിപാടികളല്ല സമരാഗ്നിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പദ്ധതികളും വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചതിന്റെ ഇരകളായി മാറിയവരുമായി ആശയവിനിമയം നടത്തും. അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും. ജനങ്ങളെ ഭിന്നിപ്പിച്ചും മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടിയും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്വേഷത്തിന്റെ ക്യാമ്പയിനും തുറന്നു കാണിക്കും. വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് രാജ്യത്തുയർത്തുന്ന ശക്തമായ നിലപാട് സംബന്ധിച്ചും ജനങ്ങളുമായി ആശയവിനിമയം നടത്തും. സർക്കാരിന്റെ അഴിമതി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും. സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴ, AI ക്യാമറ, കെ-ഫോൺ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അഴിമതി, മാസപ്പടി ഉൾപ്പെടെയുള്ളവയെ കുറിച്ച് ജനങ്ങളോട് പറയും. സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും ജാഥയിലെ പ്രചരണ വിഷയമാകുമെന്ന് സതീശൻ പറഞ്ഞു. 140 നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ് നന്നായി സംഘടിപ്പിച്ചു. 90% സ്ഥലങ്ങളിലും വൻ വിജയമായിരുന്നു. പല നിയോജക മണ്ഡലങ്ങളിലും ജനപങ്കാളിത്തം കൊണ്ട് വിചാരണ സദസ് നവകേരള സദസ്സിനേക്കാൾ ശ്രദ്ധേയമായി. കുടുംബശ്രീക്കാരെയും അംഗൻവാടി ജീവനക്കാരെയും തൊഴിലുറപ്പ് ജീവനക്കാരെയും ആശാവർക്കർമാരെയും ഉദ്യോഗസ്ഥരെയും സ്കൂൾ കുട്ടികളെയും നിർബന്ധപൂർവ്വം എത്തിച്ചാണ് നവകേരള സദസ് നടത്തിയത്. എന്നാൽ സർക്കാരിനോട് പ്രതിഷേധമുള്ളവരെയും പാർട്ടി അനുഭാവികളെയുമാണ് ഞങ്ങൾ പങ്കെടുപ്പിച്ചത്. നവകേരള സദസ്സിന്റെ സമാപനം അശ്ലീല സദസ്സ് പോലെയായിരുന്നു. പോലീസിനെയും ഗുണ്ടകളെയും ഇറക്കി ഞങ്ങളുടെ കുട്ടികളെ മർദ്ദിക്കുകയും ജയിലിലാക്കുകയും ചെയ്തതിനെതിരായ ജനരോക്ഷവും വിചാരണ സദസ്സിലുണ്ടായി. വിചാരണ സദസ്സിലൂടെ ജനങ്ങളുമായി സംവദിച്ചു. സമരാഗ്നിയിലൂടെ വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ്. സമരാഗ്നി കെ.പി.സി.സി. അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നയിക്കണമെന്നത് പാർട്ടി തീരുമാനമാണ്. ഇത് ഒരുമയുടെ ഏറ്റവും വലിയ തെളിവാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മടിയിൽ കനമില്ലെന്നാണ് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത്. പിന്നീട് 2 കൈകളും പൊക്കി ഈ 2 കൈകളും ശുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. മൂന്നാമതായി ഭാര്യയുടെ പെൻഷൻ കിട്ടിയ കാശുകൊണ്ടാണ് IT കമ്പനി തുടങ്ങിയതെന്ന് പറഞ്ഞു. ഏത് അന്വേഷണവും നടക്കട്ടെ എന്നും പറഞ്ഞു. പക്ഷേ അന്വേഷണം വന്നപ്പോൾ KSIDCയെ കൊണ്ട് 25 ലക്ഷം രൂപ മുടക്കി ഡൽഹിയിൽ നിന്നും അഭിഭാഷകനെ വരുത്തി ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മകളെ കൊണ്ട് കർണാടക ഹൈക്കോടതിയിലും കേസ് കൊടുപ്പിച്ചു. ഏത് അന്വേഷണവും നടക്കട്ടെയെന്നും കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അന്വേഷണം വന്നപ്പോൾ പേടിച്ചോടുകയാണ്. എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അന്വേഷണം നടക്കട്ടെ, ഭയപ്പെടാനില്ലെന്നാണ് പാർട്ടി പറഞ്ഞത്. എന്നിട്ടാണ് അന്വേഷണം തടയാൻ കോടതിയിലേക്ക് ഓടുന്നത്. ഒരു സർവീസും ചെയ്യാതെ മകളുടെ കമ്പനിയിലേക്കും അക്കൗണ്ടിലേക്കും മകളുടെ അക്കൗണ്ടിലേക്കും പണം എത്തിയെന്നതാണ് കേസ്. ജോലി ചെയ്യാതെ വാങ്ങിയത് കള്ളപ്പണമാണ്. ഷെൽ കമ്പനി പോലെയാണ് എക്സാലോജിക് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അഴിമതി നിരോധന നിയമപ്രകാരവുമാണ് അന്വേഷണം നടക്കേണ്ടത്. മുഖ്യമന്ത്രി കൂടി ഇതിൽ പ്രതിയാകും. സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണം. എന്നാൽ കേന്ദ്ര ഏജൻസികൾ അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ലൈഫ് മിഷൻ കോഴക്കേസിൽ മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ തയ്യാറായില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു.